ഞാൻ ഇവിടുന്ന് കൊച്ചിനെ കയ്യിൽ വാങ്ങിച്ച് കാണിച്ച് രൂപ കൊടുത്തിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ കയറി ഡൽഹി പോയി നാടകം കളിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, വർക്കില്ലെങ്കിൽ ഞാൻ പ്രാന്താവുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഈ പ്ലേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കൾ ഷിജി കൃഷ്ണൻ, അവരാണ് എന്നെ ഈ പ്ലേ എന്തുകൊണ്ട് അമലെ ലക്ഷ്മിയായിട്ട് ചെയ്തില്ല. ഷിജി ഇപ്പോൾ എന്നില്ല, മരിച്ചുപോയി. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ചുമ്മാ വെറുതെ തമാശയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ വായിച്ച് തുടങ്ങി. വീട്ടിനകത്തേക്ക് ഇരുന്ന് കഥ പറയുന്ന പോലെ ഞാനും വൈഫും കൂടെ വായിച്ച് തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ദിവസം മൂർത്തി സാറുമായിട്ട് കാണുന്നു. അപ്പോഴും പ്ലേ ചെയ്യണമെന്നുള്ളൊരു ആലോചനയൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിത് സ്റ്റേജിൽ ചെയ്തുകൂടെ എന്ന് മൂർത്തി സാർ ചോദിക്കുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം റിഹേഴ്സലിന് വരുന്നു, നമ്മൾ പ്ലേയുടെ ഒരു ഷേപ്പിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഇത് പ്ലേ ലോഞ്ച് ചെയ്യുന്നത്. പ്ലേ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് 2 ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സ്റ്റേജ് വേണ്ട, നമുക്ക് ഡേ ലൈറ്റിലും കളിക്കാം. വളരെ സിമ്പിൾ, ആ പീരിയോഡിക്കലായിട്ട് ചില പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ആയി അത് മാറി. പിന്നെ ഏതൊരു സാധാരണക്കാരനും എക്സ്പെൻസീവ് അല്ല, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. ഭാഷ അറിഞ്ഞുകൂടാത്ത, സാഹിത്യം അറിഞ്ഞുകൂടാത്ത, പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും എൻ്റർടൈൻമെൻറ്റാണിത്. അപ്പോൾ അത് ഭയങ്കര ഒരു പൊതു സ്വീകാര്യത ഉണ്ടായപ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ 100 കഴിഞ്ഞു, 500 കഴിഞ്ഞു, 1000 കഴിഞ്ഞു, ഇപ്പോഴത്തെ അടുത്ത് 2000 ആവാൻ പോകുന്നു ആ സ്റ്റേജ്. അത്രയായി. ഈ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഏകാംഗ നാടകം എന്ന് പറയുന്നത് ഇപ്പോഴത്തുള്ള ട്രെൻഡി, ഇപ്പോഴത്തുള്ള യൂത്തന്മാർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊന്നും അത്ര വലിയ ഇത് കാണത്തില്ല. അല്ല, അതെന്താ വെച്ചാൽ എൻ്റെ ഈ പ്രേമലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ക്യാമ്പസുകളിലൊക്കെ ഇത് പോയി ചെയ്യും. ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നമുക്ക് ഡേ ടൈമിലായിരിക്കും ചെയ്യാൻ പറ്റില്ല, കാരണം ഈവനിങ്ങിലൊന്നും കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ ചിലപ്പോൾ കുട്ടികളുമായിട്ടൊരു ക്ലാസ്സോ ആക്ടിങ്ങിൻ്റെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്കൂർ പ്ലേ കളിക്കും. പ്ലേ കളിച്ചതിന് ശേഷം ആ പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രാക്ഷൻ, അങ്ങനെയാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറുള്ളത്. ഒന്നുകിൽ പ്ലേ കളിക്കും, പ്ലേ കളിച്ചിട്ട് കുട്ടികളുടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പം പല ക്യാമ്പസുകളിൽ പോകുന്ന സമയത്ത് പല കുട്ടികളും പഠിച്ചു. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരികത എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലായിരുന്നു. ഒരുപാട് വായനശാലകളും അങ്ങനത്തെ നാടക പ്രവർത്തനങ്ങളും കവി സമ്മേളനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് മൊത്തം മാറി. എല്ലാവരും മൊബൈൽ അവനവൻ്റെ തുരുത്തുകളിലേക്ക് മാറി. അത്രയും വീട്ടിനകത്ത് പോലും അവരെ പരസ്പരം സംസാരിക്കാൻ പറ്റാത്തൊരു ഐസൊലേറ്റഡ് ലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്ലേ കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇൻട്രാക്ഷനിൽ പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു നാടകം കാണുന്നത്, ഇനി എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോയി നാടകം കാണും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ സിനിമ കാണാം, ആൽബംസ് കാണാം, അല്ലെങ്കിൽ ഒരാളുടെ ബയോഗ്രാഫിയോ കാര്യങ്ങളെല്ലാം. നാടകത്തിനെ കുറിച്ചുള്ള അത്തരം മേഖലയിൽ വളരെ ചുരുക്കം ചില ഇൻഫർമേഷൻസ് മാത്രമേ യൂട്യൂബിലൊക്കെ അവൈലബിൾ. അപ്പോൾ അവർക്ക് അത് കാണാനും മനസ്സിലാക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അപ്പോഴാണ് എനിക്കത് കുറച്ചുകൂടെ സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പർപ്പസ്ഫുള്ളി എല്ലാ ക്യാമ്പസുകളും സെലക്ട് ചെയ്ത് പോയിട്ട് നമ്മൾ നാടകം കളിക്കും. കാരണം പുതിയ നമ്മൾ മാത്രം നാടകം കളിച്ചാൽ പോലും പുതിയ ജനറേഷൻ ഇവിടെ ഉണ്ടായി വരണം. അവർക്ക് തിയേറ്റർ എന്താണെന്ന് അറിയണം, തിയേറ്ററിൻ്റെ റൂട്ട് എന്താണെന്ന് അറിയണം, അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പർപ്പസ്ഫുള്ളി നമ്മൾ ആ തരത്തിൽ 2-3 പ്ലേകൾ നമ്മൾ ചെയ്യുന്നു. ശുദ്ധമതളം ഞാനും രാജേഷ് ശർമ്മ എന്ന് പറഞ്ഞ ഫിലിം ആക്ടർ വിളിച്ചു, അതും ഇതുപോലെ അരീനയിലാണ്. അതുപോലെ തന്നെ ഞാനും ജോസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചെയ്യുന്ന തോമാക്കറിയ, അത് സ്റ്റേജിലാണ്. അപ്പോൾ ഇതെല്ലാം 1 hour ഡ്യൂറേഷനുള്ള വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പ്ലേകളാണ്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാത്തില്ല. ഒരു ഭയങ്കര സർക്കാസമാണ്, പക്ഷേ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള മെസ്സേജ് ഉണ്ട്, ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെ വേറെ തരത്തിൽ ഒരു എന്താ പറയുക, ഒരു റെജിനേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന കണ്ടന്റ് അതിനകത്തുണ്ടാവും. റിക്വസ്റ്റ് ചേട്ടാ, ഒരു 2 വരി നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ക്യാമറ നോക്കിയിട്ടൊന്ന് ചെയ്യാമോ പ്ലീസ്? പണ്ട് ഒരു ഡോക്ടറുടെ ഒരു ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സിസേറിനൊന്നും ഇവിടെ ചെയ്യാൻ അല്ല, അത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന നമുക്ക് വേണ്ടിയിട്ട്. അല്ല, ഇപ്പൊ പ്രേമലേഖനത്തിലൊരു സീക്വൻസ് ഉണ്ട്. പ്രേമലേഖനത്തില് ഈ കേശവൻ നായർ ഭയങ്കര പ്രണയപരാവേശനാണ്. പക്ഷെ അയാൾക്കത് സാറാമ്മയോട് തുറന്നു പറയാനുള്ള ഒരു ഗഡ്സ് ഇല്ല. സാറാമ്മയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന തൻ്റേടിയായിട്ടുള്ള സാറാമ്മയാണ്. കേശവൻ നായർ സാറാമ്മ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയാണ്. അപ്പൊ ഇയാൾ ഈ പ്രേമലേഖനം എഴുതി എല്ലാ ദിവസവും കൊണ്ടുകൊടുക്കും. അവളത് വായിച്ചിട്ട് കീറിക്കളയും, വായിച്ച് അത് ആ വായനയിൽ അവൾ അനുരക്തയാവുകയും അവൾക്ക് അവളുടെ പ്രണയം അവൾ ഉള്ളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ട് ഇയാളെ പ്രേമലേഖനം ഇതാണ് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷെ അത് ഇയാളെ വെച്ചിട്ട് അവളിങ്ങനെ ഇതാക്കും. അപ്പൊ രസം എന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ ഭാര്യ തന്നെയാണ് അഭിനയിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള തമാശകളൊക്കെ അതിനകത്ത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെയുമല്ല നമ്മുടെ പ്രണയം, ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും നമ്മളുടെ പ്രണയം കൂടെ പലപ്പോഴും നമുക്ക് ഈവൻ ഇത്രയും ആളുകൾ നോക്കി ഞാനിപ്പോഴും ഈ ഓരോ നാടകത്തിന് മുമ്പും പ്രിയപ്പെട്ട സാറാവേ ബ്രാക്കറ്റ് എന്റെ ലക്ഷ്മിക്ക്
കാരണം ഈ കത്ത് വേറെ അതെ, കാണത്തില്ല. അതെ, അതെ. ഈ കത്ത് ഞാൻ എഴുതി കൊടുക്കും. അപ്പൊ ചില സമയത്ത് ലക്ഷ്മി ഒറിജിനലായിട്ട് ചില എക്സ്പ്രഷൻ ഒക്കെ വരും. പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിവിടെ വൈലോപ്പള്ളിയിൽ അതിനകത്ത് ഈ കേശവൻ നായരെ ഈ ശമ്പളം കൊടുത്ത് തീരുമാനിച്ചതിന് ശേഷം അവളോടൊരു ചുംബനം ചോദിക്കും. അവള് മുറി അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് അവളിൽ ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത പ്രണയം ഉണ്ടായിട്ട് ഇയാൾ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. അപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇയാൾ ഉമ്മ വയ്ക്കാനായിട്ട് വന്നു, മുണ്ടൊക്കെ മടത്തി കുത്തി ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. എന്താ ഇത്? അല്ല, എനിക്കൊരു ചുംബനം വേണം. അത് നമ്മുടെ കരാറിലൊന്നുമില്ലല്ലോ, നമ്മുടെ ചുംബനം ഇറങ്ങിപ്പോയിക്കോന്ന് പറയും. ഇതാണ് സീക്വൻസ്. അപ്പോൾ ഇതിൽ ഒരിക്കൽ ഇതുപോലെ ഞാനിങ്ങനെ ചില സമയം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എനർജി ഇങ്ങനെ അത് ഡിപ്പെൻസ്. നമുക്ക് ആ പെർഫോമൻസ്, അവിടുത്തെ ഒരു ആംബിയൻസ്, ഓഡിയൻസ് നമ്മളറിയാണ്ട് ഇംപ്രവൈസേഷൻസ് കൂടും. അങ്ങനെ ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ട്, എല്ലാ പ്ലേയിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എല്ലാ പ്ലേകളിലൊക്കെ ഉണ്ടാവും, കഥകളിയിലൊക്കെ ഉണ്ടാവുന്നത് പോലെ. അപ്പൊ ഈ ഇങ്ങനെ വരുന്ന സമയത്ത് സാറാമ്മന്റെ ചൂലുകൊണ്ട് തല വരുന്ന സമയത്ത് ലക്ഷ്മിയുടെ കൺട്രോളൊക്കെ പോയിട്ട് ഭയങ്കര ചിരി വന്നു. അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് ലക്ഷ്മി ബേസിക്കലി ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്, സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. അല്ല, പറഞ്ഞ പോലെ അപ്പം ലക്ഷ്മി ചേച്ചി ആണ് ക്യാമറ എന്ന് നോക്കിയിട്ട് ലക്ഷ്മി ചേച്ചിയാണ് ഇരിക്കുന്നത്. അപ്പൊ സീക്വൻസ് എന്ന് പറഞ്ഞത് സാറാമ്മയ്ക്ക് ഇയാള് ഒരു നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ സാറാമ്മയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോടുള്ള പ്രേമം എനിക്കൊന്ന് പ്രകടിപ്പിക്കാമായിരുന്നു എന്നൊക്കെ ഈ ആത്മകഥകൾ ഇങ്ങനെ പറയുന്ന സമയത്താണ് സാറാമ്മ ഒരു റാന്തലുമായിട്ട് കയറി വരുന്നത്. അപ്പോൾ ചോദിക്കും സാറാമ്മയ്ക്കും, എന്താ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ എത്ര വലിയ ആലോചന? അപ്പോൾ ഇയാളെങ്ങനെ ഇരുന്നിട്ടുണ്ട്, ഇയാളെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് റോസാപ്പൊക്കെ ഉണപ്പിച്ചു. ഞാൻ ഇരുട്ടത്തൊന്നുമല്ല പിന്നെ സ്നേഹത്തിൻ്റെ നിലാവെളിച്ചത്തിലാണ് ഇരിക്കുന്നത്. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് മധുരസുന്ദര സുരഭിലമായ ഒരു നിലാവെളിച്ചം പോലെയാണ് എന്ന് പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ എഴുതേക്കുന്ന സമയത്ത് സാറാമ്മ അത് കേട്ട് അനുരക്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറാമ്മയ്ക്ക് കേശവനാരി റോസാപ്പൂ കൊടുക്കുകയാണ്. അവൾ വളരെ ആ സീക്വൻസ് ഭയങ്കര രസകരമാണ്. ആ പ്ലേക്കകത്ത് ഭയങ്കര രസകരമാണ്. ഒരു നിലാ വെളിച്ചത്തിൽ രണ്ടുപേരും വൈറ്റ് കോസ്റ്റ്യൂമിൽ ഒരു ചുവന്ന റോസാപ്പൂ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ണുകൾ തമ്മിലുള്ള ഒരു കവിത വായനയുണ്ട്. അവിടെ ഡയലോഗ്സ് ഒന്നും അധികമില്ല. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിക്കും, സന്തോഷം ഉണ്ടാവും, വല്ലാത്തൊരു നിറവുണ്ടാവും. എന്ന് ചോദിക്കും, സാറാമ്മേ, നമ്മുടെ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ ഒരു മതിലെന്തിനാണ്? സാറാമ്മ അവിടെ ചോദിക്കും, ഏത് മതിൽ? ഒന്നും അറിയാത്തില്ല. മതങ്ങളുടെ കറുത്ത മതിൽ. നോക്ക്, നമുക്കതങ്ങ് തകർത്ത് കളഞ്ഞാൽ എന്താ? അവള് പറയണം, വേണ്ട, നമ്മുടെ ഹൃദയത്തിന്റെ ചൂടുകൊണ്ട് അത് സ്വയം തകർന്നു. ഭയങ്കര പോയിറ്റിക് ഇമേജ് ആണ്. അത് നമുക്ക് ചെയ്യുന്ന സമയത്തുണ്ടോ, എനിക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫീൽ ഭയങ്കരമായിട്ടുള്ള അപ്ലാസ് ഉണ്ടാവുന്നുണ്ട്. അതെപ്പോഴും നമുക്ക് സ്റ്റേജിൽ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചെന്ന് ഇവരോട് പറയും, ഇത് ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന നാടകമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ചൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അവരെ നമ്മളിങ്ങ് കയ്യിലെടുക്കും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി വേറെ. ചേട്ടാ, ഞാനും സ്റ്റേജ് ആങ്കറാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെയുള്ള വില്ലന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, അവിടെ ചെന്ന് ചെറുതായിട്ട് തോളെ തട്ടിയിട്ട് എങ്ങനെ കൂല് കിട്ടും, കൈയടിക്കൂ, ഞങ്ങള് കൈയടിച്ചാൽ നമ്മളോടൊപ്പം നിൽക്കും. അപ്പൊ നമ്മൾ ഈ തിയേറ്ററൊക്കെയാണ് പഠിച്ചത്. ചെറുപ്പം തൊട്ടേ ഞാൻ 4ാം ക്ലാസ് തൊട്ട് തിയേറ്ററിൽ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു സൈക്കോളജിയും കൂടെ സ്റ്റഡിയും കൂടെ ആണത്. അപ്പം നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഒന്നൊരു ഷർട്ട് എടുത്തിട്ട് ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ സ്വത്വം, അതിന്റെ ആത്മീയത, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്താ പറയുക ആവാഹിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്പേസിലേക്ക് ചെല്ലുമ്പോൾ ആ സ്പേസ് നമ്മൾ കയ്യിലെടുക്കും. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്. 5 മണിക്ക് ഷോ എങ്കിൽ 8 മണിക്ക് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓഡിയൻസ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നല്ല ഓഡിയൻസ് ആണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ചേട്ടാ. ചേട്ടനെ കുറെ രസകരമായിട്ടുള്ള പ്രേക്ഷകർ അറിയാത്ത കുറെ കാര്യങ്ങൾ അല്ല, ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മൂവികളുടെ മീഡിയയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട് ചേട്ടൻ പറയാനുള്ളത്. പ്രേക്ഷകരോട് ശരിക്കും പ്രേക്ഷകരാണ് നമ്മളപ്പോലുള്ള കലാകാരന്മാരുടെ ഏറ്റവും വലിയൊരു ഒരു കരുത്തും കാതലും എന്ന് പറയുന്നത്. നിങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും സന്തോഷവുമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത്. അത് ഇനിയും അങ്ങോട്ട് ഒരുപാടുണ്ടാവുക. കലയെയും പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ ആൾക്കാരും കലയും ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറൊരു സ്പേസ് നമുക്കില്ല. അത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് അപ്പം ഈ മണ്ണിൻ്റെ ഒരു ഊഷണത, നമ്മൾ കേരളത്തിൽ ജനിച്ചതിൻ്റെ ഒരു ത്രിൽനെസ് നമുക്ക് അറിയാൻ പറ്റും. കാരണം അത്ര റിച്ച്നെസ് ആണ് നമ്മുടെ കലാവും പാരമ്പര്യവും സംസ്കൃതവും സംസ്കാരവും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇത് റിച്ച് ഹെറിറ്റേജ് ഉള്ള ആൾക്കാരാണ്. അപ്പം അത് നമുക്ക് പുറത്ത് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഇങ്ങനെ പല വേഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിപ്പെടാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും
എന്നെ പോലുള്ളവർക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും തീർച്ചയായിട്ടും അനീഷിനും പേര് ഓർത്ത് വെച്ചല്ലോ കേട്ടോ. താങ്ക് യു കേട്ടോ. അപ്പം ചേട്ടനും എല്ലാവിധ ഭാവങ്ങളും. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോലുള്ള താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ ഇനിയും നമ്മുടെ വലിയ സ്ക്രീനിൽ ഇനിയും അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സീരിയൽ 1000 അല്ല 2000 കടന്നു പോട്ടെ. ഇനി നമ്മൾ ഒരു വട്ടോടെ ഇരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.